നമുക്കിന്ന് നാടൻ മുരിങ്ങയില കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി കുറച്ച് മുരിങ്ങ നമ്മൾ കഴുകിയെടുത്തതാണ്. നല്ലപോലെ ഒന്ന് കുടഞ്ഞെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഊരിയെടുക്കാം. കോഞ്ചലൊന്നും പെടാതെയാണ് നമ്മളിത് ഊരിയെടുക്കേണ്ടതായിട്ട്. കോഞ്ചൽ പെട്ടു എന്ന് വെച്ചാൽ നമുക്ക് വയറുവേദന എടുക്കുക. പരിപ്പിട്ട് കറി വയ്ക്കാനായിട്ട് നാടൻ മുരിങ്ങയാണ് ഏറ്റവും നല്ലത്. കായ് മുരിങ്ങയാണെന്ന് വെച്ചാൽ അതിന് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. ഇതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് നാളികേരത്തിലേക്ക് ചെറുജീരകം ചേർത്ത് ഒരല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ വേവിച്ചെടുത്ത പരിപ്പിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി, കുരുമുളക് ഇട്ടത് കൊണ്ട് തന്നെ നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. മല്ലിപ്പൊടി മുളക് പൊടിയേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതായിട്ട്. 3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒരു കറിക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയില ആയതുകൊണ്ട് തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായതും കടുകിട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചാറുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിള വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കേണ്ടതായിട്ട്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം. മുരിങ്ങ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണേ. 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷമാണ് ഇത് ഇളക്കി കൊടുക്കേണ്ടതായിട്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുരിങ്ങക്കറിയാണിത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൂടി കൊടുക്കാം. ഉപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ കുറച്ചധികം വെള്ളം ഉള്ള പോലെ ഇരിക്കുകയാണെങ്കിലും ചെറുതായി ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് ഈ കറി നല്ലപോലെ തിക്കായി വരുവേ. അല്ലെ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുരിങ്ങയില പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെയാണോ മുരിങ്ങയില കറി വയ്ക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റായി ഇടാൻ മറക്കല്ലേ. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുരിങ്ങക്കറിയാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ. നല്ല നാടൻ മുരിങ്ങയില വെച്ചിട്ടുള്ള കുറേ റെസിപ്പികളുടെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.